അങ്ങനെ നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു myG. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ഒപ്പോയുടെ ഒരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ദ Oppo Reno 7 Pro 5G. ഒരുപാടധികം സ്പെഷ്യാലിറ്റീസും ഫീച്ചേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഫോണാണ്. അപ്പോൾ നമ്മളൊട്ടും സമയം കളയാതെ നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അകത്തൊരു ബ്ലാക്ക് ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പർ ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കേസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. പിന്നെ സിം ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ചാർജിങ് ബ്രിക്കാണ്. ഇതൊരു 65 വാട്ട്സിൻ്റെ ചാർജറാണ്. പിന്നെ നമുക്ക് USB Type A to Type C കേബിളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നീക്കി വെച്ചിട്ട് നമ്മളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ Oppo Reno 7 Pro ഇവിടെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ പോകുന്നത് ഇതിൻ്റെ വളരെ സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഈ ഒരു ഡിസൈനിലേക്കാണ്. ഇതൊരു മെറ്റൽ ഫ്രെയിമാണ് ഈ ഡിസൈൻ്റെ. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്കാണ് വരുന്നത്. ഒരു 2.5D ഗ്ലാസ് ബാക്കാണ്. വെയിറ്റ് വരുന്നത് 180 gram ആണ്. അതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. ജസ്റ്റ് 7.45 millimeters ആണ് തിക്നെസ് വരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് കളേഴ്സിലാണ് നമ്മളുടെ ഈ ഒരു Oppo Reno 7 Pro വരുന്നത്. സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ ആൻഡ് സ്റ്റാർ ലൈറ്റ് ബ്ലാക്ക് എന്ന രണ്ട് കളേഴ്സാണ്. ഇപ്പോൾ നമ്മളുടെ അടുത്തുള്ളത് സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ ആണ്. നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പഞ്ചി കളേഴ്സാണ്. വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കിട്ടുന്നത്. പിന്നെ ഇത് വരുന്ന സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് 12GB RAM ആൻഡ് 256GB ഓഫ് സ്റ്റോറേജ് ആണ്. ഇതിൽ നമുക്ക് 7GB വരെ റാം എക്സ്പാൻഷൻ ഉള്ള ഓപ്ഷൻ ഒപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 19GB വരെ റാം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ മീഡിയാടെക് ഡിമെൻസിറ്റി 1200 Max 5G ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6 nanometerൽ വരുന്ന ചിപ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു ഡിമെൻസിറ്റി 1200 Max ചിപ്സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു Oppo Reno 7 Pro എന്ന ഡിവൈസിന് വേണ്ടിയിട്ട് ഒപ്പോയും മീഡിയാടെക്കും ചേർന്ന് കസ്റ്റം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിപ്സെറ്റാണിത്. അടുത്തതായി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കാം. 50 മെഗാപിക്സൽസിൻ്റെ സോണി IMX766 സെൻസറാണ് മെയിൻ സെൻസറായിട്ട് നമ്മുടെ Oppo Reno 7 Proയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു 8 മെഗാപിക്സൽസിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു 2 മെഗാപിക്സൽസിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത്. ഒരുപാടധികം മോഡ്സ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോൻ്റെ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ പോർട്രേറ്റ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. AI കളർ പോർട്രേറ്റ് വീഡിയോൻ്റെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ബൊക്കെ ഫ്ലെയർ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ. അങ്ങനെ ഒരുപാടധികം മോഡ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു 32 മെഗാപിക്സൽസിൻ്റെ സോണി IMX709 സെൻസറാണ്. ഈ ഒരു സെൻസറോട് കൂടി വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Oppo Reno 7 Pro. ഈ ഒരു സെൻസർ എന്ന് പറയുന്നത് കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസറാണ്. അതുകൊണ്ട് തന്നെ ഈവൻ ലോ ലൈറ്റിലും വളരെ നല്ല റിസൾട്ട്സ് ആണ് നമുക്ക് ഈ ഒരു സെൻസറിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് Android 11 ആണ് കിട്ടുന്നത്. അതിന് മുകളിലായിട്ട് ഒപ്പോയുടെ കളർ OS 12 യൂസർ ഇന്റർഫേസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതെല്ലാം പവർ ചെയ്യാനായിട്ട് ഒരു 4500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതിനോടൊപ്പം ഒരു 65 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജറും ബോക്സിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ ലേറ്റസ്റ്റ് Oppo Reno 7 Pro 5G സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് ഇംപ്രഷൻസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് myGയിൽ പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഓഫേഴ്സും myG നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ഡിവൈസിനെ പറ്റി കൂടുതൽ അറിയാനും ഒരു ഇൻ ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാനും പ്രീ ബുക്ക് ചെയ്യാനുമായിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് myG ഷോറൂമിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യുക. നമുക്കിനി myGയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, it's me Karthik Krishnan signing out. Thank you so much for watching. myG, my generation digital hub.